വെൽക്കം ടു ഓട്ടോവൈ. കിയ ഇന്ത്യ ഈ മാസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഒരു ബേസ് വേരിയന്റ് ഡീസൽ മോഡലുണ്ട്. HTE ഓപ്ഷനിലാണ് ഈ ഡീസൽ വേരിയന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 10 ലക്ഷം രൂപയിൽ താഴെ ഉള്ള ഒരു ബഡ്ജറ്റിലാണ് ഈ മോഡൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആക്ച്വൽ എക്സ്ഷോറൂം പ്രൈസ് ഇൻ കൊച്ചിൻ എത്രയാണെന്ന് ചോദിച്ചാൽ 9.79 lakhs ആണ്. നമ്മൾ ഈ പരിചയപ്പെടുന്നത് ബ്ലാക്ക് കളറാണ്. ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സിൽ ഒരെണ്ണമാണ് ഈ ബ്ലാക്ക്. നമ്മളിൽ പലരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മോഡലാണ് ഈ ഒരു വേരിയന്റ്. 10 ലക്ഷം രൂപയിൽ താഴെ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റ് ഇത് ആദ്യമാണ് കിയ സോണറ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു ബഡ്ജറ്റ് വേരിയന്റും അതുപോലെ തന്നെ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റും ആണെന്ന് തന്നെ തീർത്തും പറയാം. ഈ HTE ഓപ്ഷൻ വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ് വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ സെഗ്മെന്റിലുള്ള മറ്റ് ഓട്ടോമാറ്റിക്സിനെ കമ്പയർ ചെയ്താൽ പെട്രോൾ ഓട്ടോമാറ്റിക്സിന് പോലും ഇതിൽ കൂടുതൽ വില നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. ഡീസൽ ഓട്ടോമാറ്റിക്കിൽ നമ്മൾ ഇതുപോലൊരു മോഡൽ നോക്കുന്നെങ്കിൽ തീർച്ചയായും നമുക്ക് വളരെ ബ്ലൈൻഡ് ആയിട്ട് തന്നെ ഈ മോഡൽ ചൂസ് ചെയ്യാൻ കഴിയും. അതൊരു റൈറ്റ് ചോയ്സ് തന്നെയാണ്. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തരുന്ന 1.5 ലിറ്റർ ഓട്ടോമാറ്റിക് ഡീസൽ മോഡലാണിത്. ബോൾഡ് ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട് ഫേഷിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. 4 മീറ്റർ താഴെയുള്ള ഒരു വാല്യൂ ഫോർ മണി SUV തന്നെയാണിത്. 1.5 ലിറ്റർ ഡീസലിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. സ്കോഡ, കൈലാക്ക്, നിസാൻ മാഗ്നൈറ്റ്, കിഗർ മുതലായ വാഹനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ഇത് തന്നെയായിരിക്കും ഒരു ഐഡിയൽ പർച്ചേസ്. മാറ്റമില്ലാത്ത കാര്യമാണത്. സ്കോഡ കൈലാക്കിന്റെ ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് മോഡൽ നമ്മൾ നോക്കുകയാണെങ്കിലും വിത്ത് ടോർക്ക് കൺവേർട്ടർ 10 ലക്ഷത്തിന് മുകളിലാണ് അതിന്റെ എക്സ്ഷോറൂം പ്രൈസ് അറ്റ് കൊച്ചിൻ വരുന്നത്. ഇനി ഇതിന്റെ കീസ് നോക്കുകയാണെങ്കിൽ നോർമൽ കീസ് ആണ് വരുന്നത്. ഇതിനകത്ത് സെൻട്രൽ ലോക്കിംഗ് ഒന്നും വരുന്നില്ല. ഡിജിറ്റൽ കീസ് അല്ല. ബേസ് വേരിയന്റ് ആയതുകൊണ്ടാണ് ഡിജിറ്റൽ കീസ് വരാത്തത്. ഇനി ഇതിന്റെ ഡയമെൻഷൻസ് നോക്കുവാണെങ്കിൽ 3995 മില്ലിമീറ്റർ നീളം വരുന്നുള്ളൂ. 4 മീറ്റേഴ്സിൽ താഴെയാണ്. വൈറ്റ്, സിൽവർ, ബ്ലൂ, ബ്ലാക്ക്, റെഡ് അങ്ങനെ പല അട്രാക്റ്റീവ് കളേഴ്സിലും വരുന്നുണ്ടെങ്കിലും ബ്ലാക്ക് ആണ് ഉള്ളതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് മൂവ്മെന്റ് ഉള്ള ഒരു കളർ. ഫ്രണ്ടിൽ LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡുവൽ LED ഹെഡ്ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഡുവൽ LED ഹെഡ്ലൈറ്റ്സിന്റെ താഴെയായിട്ട് ഇൻഡിക്കേറ്റർ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് ഗ്രില്ലിന്റെ താഴെയായി ഇരുവശങ്ങളിലെ ഹെഡ്ലൈറ്റ്സും കണക്ട് ചെയ്തുകൊണ്ട് ഒരു സിൽവർ ലൈനിങ്ങും പോകുന്നുണ്ട്. അതുപോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബമ്പേഴ്സ് ആണ്, പക്ഷെ ഫോഗ് ലൈറ്റ്സ് വരുന്നില്ല. ഒപ്പം ഇതിന്റെ ഫ്രണ്ട് ബ്ലാക്ക് ഗ്രില്ലും ഒരു പ്രത്യേക ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോൾഡ് ആൻഡ് സ്റ്റൈലിഷ് ഫ്രണ്ട് ഫേഷിയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ കിയ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോഴത്തേക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെ സൈഡ് പ്രൊഫൈലും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബോഡി പാനൽസിനോട് ചേർന്ന് നിൽക്കുന്ന തിക്ക് ആയിട്ടുള്ള ബ്ലാക്ക് വീൽ ആർച്ചസും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ വീൽസ് നോക്കുകയാണെങ്കിൽ 16 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ കണ്ടാൽ ഒരു അലോയ്സിന്റെ പോലുള്ള ലുക്സ് ഒക്കെ വരുന്നുണ്ട്. കുറച്ച് സ്റ്റൈലിഷ് ആണ്. അതുപോലെ 16 ഇഞ്ചിന്റെ തിക്ക് ബ്ലാക്ക് ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡോർസിന്റെ താഴെയായി 2 വീൽ ആർച്ചസും കണക്ട് ചെയ്ത് ഒരു തിക്ക് ബ്ലാക്ക് ക്ലാഡിങ്ങും പോകുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു സ്റ്റൈലിഷ് സ്പോർട്ടി ലുക്ക് മൊത്തത്തിൽ ഇതിന്റെ സൈഡ് പ്രൊഫൈലിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതിന്റെ സൈഡ് RVMs കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. സൈഡ് ഫെൻഡറിലാണ് ഇൻഡിക്കേറ്റേഴ്സ്. ബേസ് വേരിയന്റ് ആണെങ്കിൽ പോലും മുകളിൽ സൺറൂഫ് ചേർത്തിട്ടുണ്ട്. അത് ഈ വേരിയന്റിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ഇതിന്റെ സീ പില്ലേഴ്സും ഒക്കെ ബ്ലാക്കിൽ തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. അതുപോലെ 45 ലിറ്റേഴ്സിന്റെ ഫ്യൂൽ ടാങ്ക്. ഇനി ബാക്ക് പ്രൊഫൈൽ നമുക്കൊന്ന് നോക്കാം. കൈകൊണ്ട് പ്രസ് ചെയ്ത് തുറക്കുന്ന രീതിയിലുള്ള ഫ്യൂൽ ലിഡാണ്. ഇനി ബാക്ക് പ്രൊഫൈൽ നമുക്കൊന്ന് നോക്കാം. മുകളിൽ ഒരു നോർമൽ ആന്റിന കൊടുത്തിരിക്കുന്നു. ഇന്റഗ്രേറ്റഡ് ബ്ലാക്ക് സ്പോയിലർ വിത്ത് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലൈറ്റ്. റയർ വൈപ്പറും വാഷറും ഒന്നും വരുന്നില്ല. ബാക്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള LED ടെയിൽ ലൈറ്റ്സ് വരുന്നു. അതിന് താഴെ കിയ ബാഡ്ജിങ് വരുന്നു. താഴെ സോണറ്റിന്റെ ബാഡ്ജിങ്, കൂടാതെ റൈറ്റില് ഓട്ടോ ബാഡ്ജിങ്. ഓട്ടോമാറ്റിക് മോഡൽസിന് മാത്രമാണ് ഈ ഓട്ടോ ബാഡ്ജിങ് കൊടുക്കുന്നത്. അങ്ങനെ എക്സ്റ്റീരിയർ ലുക്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇത് മൊത്തത്തിൽ ഒന്ന് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ റയർ റിഫ്ലക്ടേഴ്സ്, പാർക്കിംഗ് സെൻസേഴ്സ്, റിവേഴ്സ് ലൈറ്റ്, സ്കിപ്പ് ലൈറ്റ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ബൂട്ട് സ്പേസ് നമുക്കൊന്ന് നോക്കാം. ബാക്കിലെ
പാർസൽ ട്രേ കാര്യങ്ങളൊന്നുമില്ല. വളരെ ഓപ്പൺ ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. 385 ലിറ്റേഴ്സ് ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കില് സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട്. സ്പെയർ വീൽ നമുക്കൊന്ന് നോക്കാം. 15 ഇഞ്ചിന്റെ സ്റ്റീൽ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ കാണുന്നത് ഗുഡിയറിന്റെ വീലാണ്. പുറമേയുള്ള ടയേഴ്സ് നമ്മൾ കണ്ടതെല്ലാം അപ്പോളോ ബ്രാൻഡിന്റെയാണ്. അതുപോലെ ഡിക്കി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നോർമൽ ഡോർ ഹാൻഡിൽസ് ആണ്. ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് തീമിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് ഇന്റീരിയേഴ്സ് ഒക്കെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സീറ്റ്സ് ഡാഷ് എല്ലാം ബ്ലാക്ക് തീമിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഡോസിന്റെ സൈഡിൽ പവർ വിൻഡോ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിറേഴ്സ് ആണ്. സൈഡ് സ്പീക്കേഴ്സ് ഒന്നും വരുന്നില്ല. സീറ്റ് ഫാബ്രിക് ഫിനിഷിലുള്ള സീറ്റ്സ് ആണ്. ഡ്രൈവർ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് സീറ്റിന് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള നല്ല ഫ്രണ്ട് സീറ്റ്സ് ആണ്. അതുപോലെ ലൈറ്റിന്റെ സ്വിച്ചസ്, താഴെ പെഡൽസ്, ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ്, കംഫർട്ടബിൾ ഫ്രണ്ട് ഡ്രൈവിംഗ് സ്പേസ്, അതുപോലെ അട്രാക്റ്റീവ് ആയിട്ടുള്ള 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്. അതുപോലെ ഈ സീറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഫാബ്രിക് ഫിനിഷിലാണ് വരാം. നല്ല ഒരു അട്രാക്റ്റീവ് ലൈനിങ്ങിലൊക്കെയാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നല്ല കുഷനിങ് ഒക്കെയാണ്. സ്റ്റിയറിംഗിൽ കിയ ബാഡ്ജിങ് വരുന്നു. അതുപോലെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ ആണ്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലിന്റെ ഒരു വശങ്ങളിലായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ്, സ്വിച്ചസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗിൽ ഒരു അട്രാക്റ്റീവ് സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ടിൽറ്റ് സ്റ്റിയറിംഗ് ആണ്, ടെലിസ്കോപ്പിക് അല്ല. അതുപോലെ സ്റ്റിയറിംഗിൽ തന്നെ സ്വിച്ചസും കൺട്രോൾസും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിയറിംഗ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല ഫ്രണ്ട് വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുമുണ്ട്. റൂഫിൽ സൺ റൂഫ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഓപ്പൺ അല്ല, ഗ്ലാസ് കവേർഡ് ആണ്. നോർമൽ ആയിട്ടുള്ള സൺ റൂഫാണ് കൊടുത്തിരിക്കുന്നത്, സിമ്പിൾ. പിന്നെ വൈസേഴ്സിൽ മിററൊന്നും കൊടുത്തിട്ടില്ല. റൂഫ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാനുവലി അഡ്ജസ്റ്റബിൾ IRVM. ഡ്രൈവർ സൈഡിലും വൈസർ മിറർ ഇല്ല. അങ്ങനെ നോർമൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം നമുക്കിതിൽ വരുന്നില്ല. ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഒരു നോർമൽ പാക്കേജ് ഡീലർഷിപ്പിൽ നിന്ന് തന്നെ ചെയ്ത് കിട്ടും. അതിൽ ഫോട്ടോ, സ്പീക്കേഴ്സ്, മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ കൂടാതെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ചേർത്ത് കിട്ടും. സ്റ്റാൻഡേർഡ് പാക്കേജ് മിനിമം എക്സ്പെൻസിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ ഓട്ടോ AC കൊടുത്തിട്ടില്ല, പകരം നോർമൽ AC ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, മാനുവൽ AC. സ്വിച്ചിന്റെ 2 സൈഡിലായിട്ട് നമുക്ക് AC വെന്റ്സും കാണാം. അതുപോലെ താഴെ ചാർജിങ് പോർട്സ് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ചാർജർ ഇല്ല. ഭംഗിയുള്ള ഓട്ടോമാറ്റിക്കിന്റെ ഗിയർ ഷിഫ്റ്റ്, അത് വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഗിയർ ഷിഫ്റ്റിന്റെ പുറകില് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആംറസ്റ്റ് അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അവിടെയും കുറച്ച് സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മിനിമം ഫീച്ചേഴ്സ് ആ കൊടുത്തിരിക്കുന്നെങ്കിലും വളരെ സൗകര്യപ്രദമായ രീതിയിൽ തന്നെ എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലോ ബോക്സും കൊള്ളാം. കൂൾഡ് ഗ്ലോ ബോക്സ് ഒന്നും അല്ല. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു 10 lakhs ബഡ്ജറ്റിനുള്ളിൽ വളരെ ഭംഗിയായും ഫീച്ചേഴ്സ് ചേർത്തിട്ടും ഒക്കെയാണ് ഈ ഒരു ഫ്രണ്ട് ക്യാബിൻ ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് ക്യാബിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിലേക്കൊന്ന് നോക്കാം. കംഫർട്ടബിൾ ആയിട്ടുള്ള ബാക്ക് സീറ്റിംഗ് ആണ്. നല്ല തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ലെഗ് സ്പേസും കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഹെഡ് റൂം. സീറ്റിംഗിന്റെ കുഷനിങ് ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്ക് സീറ്റ്സും ഫാബ്രിക്കിൽ തന്നെ നല്ല ബ്ലാക്ക് ടെക്സ്ചറിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബാക്കിലും ഹെഡ്രസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ ഫ്രണ്ടിൽ AC വെന്റ്സ് കൊടുത്തിട്ടുണ്ട്. താഴെ ചാർജിങ് പോർട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാലൊക്കെ നിവർത്തി വെച്ചിരിക്കാം. നല്ല തൈ സപ്പോർട്ടൊക്കെ ഉള്ള ബാക്ക് സീറ്റ്സ് ആണ്. ഫാബ്രിക് ഫിനിഷ് ആണ്. നല്ല ബ്ലാക്ക് തീമിൽ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള, ടെക്സ്ചറിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് ബാക്ക് സീറ്റ്സ് ആണ്. കംഫർട്ടബിൾ ആണ് സീറ്റ്സ്. ഫ്രണ്ടിലേക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ വ്യൂ ചെയ്ത് കണ്ടിരുന്നു. ക്യാബിൻ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലോട്ടൊക്കെ നല്ല രീതിയിൽ കണ്ടിരുന്നു. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് റിലാക്സ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബാക്ക് സീറ്റിംഗ് പൊസിഷനാണ്. ലോങ് ട്രിപ്സ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ബാക്ക് ഡോറിൽ കർട്ടൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ബാക്ക് ഡോർ പ്ലെയിൻ ആണ്, സ്പീക്കേഴ്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ചെറിയ രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ബാക്ക് സീറ്റ്സ് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് റിലാക്സ് ചെയ്തിരുന്ന് നമുക്ക് ലോങ് ജേർണീസ് ഒക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഉള്ളത്. ഇനി എഞ്ചിൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. 120 bhp 250 Nm ടോർക്ക് തരുന്ന 1.5 ലിറ്റർ ടുർബോ ഡീസൽ എഞ്ചിനാണ്. ടോർക്ക് കൺവേർട്ടർ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 24 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ ആവറേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നെങ്കിലും 21-22 കിലോമീറ്റേഴ്സ് പല റിവ്യൂസിലും പല കസ്റ്റമർക്കും കിട്ടുന്നതായിട്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ബഡ്ജറ്റിൽ ഈ വാഹനം തീർച്ചയായും ഒരു വളരെ ആനുവൽ പർച്ചേസ് തന്നെയാണ്, മാറ്റമില്ല. ഫ്രണ്ട്സ്, ഷോറൂമിൽ പോയി വണ്ടി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക. ഇത് ഒരു വളരെ നല്ല ആനുവൽ പർച്ചേസ് തന്നെയാണ്. താങ്ക് യു. ബെസ്റ്റ് മില്യൺ ബൈ. 10 ലക്ഷം രൂപ ബഡ്ജറ്റിനുള്ളിൽ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർ തീർച്ചയായും ഇന്ന് തന്നെ പോയി വണ്ടി കാണുക. ഇനി മടിച്ചു നിൽക്കണ്ട, തീർച്ചയായും വണ്ടി ഓടിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. താങ്ക് യു.